ഒരു രാഷ്ട്രം, ഒരു നേതാവ്, ഒരു പ്രത്യയശാസ്ത്രം, ഒരു മതം, ഒരു ഭാഷ, ഒരു സംസ്കാരം, ഇതിൻ്റെ എക്സ്റ്റൻഷനാണിത്. ഒരു രാഷ്ട്രപതി, അതായത് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവർണൻസ് ആണ് BJP ആഗ്രഹിക്കുന്നത്. അതായത് എന്നാൽ മാത്രമേ ഈ രാജ്യത്തെ ഒരു കൈക്കുമ്പിളിൽ ഒതുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു രൂപം വന്നത്. ഇവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രത്തെ സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുക. പിന്നെ വൈവിധ്യങ്ങൾ, എന്തൊരു അസംബന്ധമാണ് ഇവരുടെ ഈ ശുപാർശകൾ. അതായത് ലോകസഭ പിരിച്ചുവിട്ടപ്പെടാൽ എല്ലാ സംസ്ഥാനങ്ങളും പിരിച്ചുവിടപ്പെടും. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്തിട്ട് 6 മാസമായുള്ളെന്ന് വിചാരിക്കുക. 6 മാസമായി ഒരു ഭരണം ആരംഭിക്കുന്നു. ലോകസഭ പിരിച്ചുവിടപ്പെട്ടാൽ ഈ ഗവൺമെന്റ് പിരിച്ചുവിട്ടപ്പെടും, ഈ നിയമസഭ പിരിച്ചുവിടപ്പെട്ടു. അപ്പം സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് എന്താ, മുനിസിപ്പാലിറ്റിയേക്കാൾ താഴെയാണോ? അംബേദ്കർ ഉൾപ്പെടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്രം സംസ്ഥാനങ്ങളുടെ മുകളിലോ താഴെയോ അല്ല, രണ്ടിനും ഭരണഘടനാപരമായിട്ടുള്ള അസ്തിത്വമുണ്ട് എന്ന് ഇതിൻ്റെ ശില്പികൾ പറഞ്ഞിട്ടുണ്ട്. ഫെഡറലിസത്തെ തകർക്കുന്ന ഒരു വലിയൊരു ശുപാർശയാണിത്. ഒരു തരത്തിലും വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്തിന് ഭൂഷണമല്ല ഇത്. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ഇടവരുത്തുന്നത്.